നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. കൊച്ചിയിൽ RBI ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, എന്താണ് പ്രതിഷേധത്തിന്റെ വിശദാംശം? വേണു, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RBIയിലേക്ക്, കൊച്ചി കലൂരിലുള്ള RBIയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞുവെങ്കിലും പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിട്ട ശേഷം മുന്നോട്ട് വരികയായിരുന്നു. ഇതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. അവിടെ നിന്നും പ്രവർത്തകർ പിന്നീട് മുന്നോട്ട് വന്ന ഇപ്പോൾ RBIയുടെ പ്രധാന ഗേറ്റ് ഉപരോധിക്കുകയാണ്. റോഡിൽ ഉപരോധ സമരം നടത്തുകയാണ്. അതിൽ പോലീസ് അവരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഏതായാലും റോഡ് ഗതാഗതം ഉൾപ്പെടെ വലിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കോഴിക്കോടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെയും നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ഡിവൈഎഫ്ഐ ആണ് വിവിധ ജില്ലകളിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കൊച്ചിയിൽ RBI ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. അതിലും സംഘർഷമുണ്ടായി. പോലീസ് അവിടെ ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച്. അവിടെയും സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മലപ്പുറത്തും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട്. മലപ്പുറം GST ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അങ്ങനെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ നേർക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, കോഴിക്കോട് എവിടെയാണ് പ്രതിഷേധം? എന്തൊക്കെയാണ് വിശദാംശം? വേണു, നീറ്റ് നെറ്റ് പരീക്ഷാ ചതി കേന്ദ്രം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത്. കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടക്കുന്നത്. വലിയ രീതിയിലുള്ള ആളുകളുടെ പങ്കാളിത്തം പ്രതിഷേധ മാർച്ചിലുണ്ട്. ബാരിക്കേഡ് വെച്ച് ആദായ നികുതി ഓഫീസിന് മുന്നിൽ പോലീസ് ഈ മാർച്ച് തടഞ്ഞിരുന്നു. പക്ഷേ ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്നോട്ട് മാറിയില്ല. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. നിലവിൽ പോലീസ് സമാധാനത്തോടു കൂടി തന്നെയാണ് മാർച്ചിനെ നേരിടുന്നത്. ജലപീരങ്കി ഒരു തവണ പ്രയോഗിച്ചെങ്കിലും അതിനപ്പുറത്തേക്കുള്ള മറ്റ് പ്രശ്നങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും കാര്യമായി തന്നെ പ്രകോപനം ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കമ്പ് വെച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. മാത്രമല്ല പോലീസിന് നേരെ കല്ലേറുണ്ടാകുകയും ചെയ്തു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് പ്രവർത്തകർ തയ്യാറാകുന്നില്ല. തുടർച്ചയായി പോലീസിന് നേരെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പോലീസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായും ലാത്തി വീശാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പരമാവധി പോലീസ് തിരിച്ചടിക്കാതെ ലാത്തി വീശാതെയുള്ള ആണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പ്രകോപനം ഉണ്ടാകുന്നു. തുടരെ പ്രകോപനം ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്താണെങ്കിലും നിലവിൽ ഒരു സംഘർഷ സാധ്യത തന്നെയാണ് കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുന്നിൽ നിലനിൽക്കുന്നത്. വേണു, രാഹുൽ, എപ്പോഴായിരുന്നു ഈ പ്രകടനം അവിടേക്ക് വന്നത്?
രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരും. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിന് മുന്നിലാണ് സംഘർഷം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ അണിനിരന്നിരിക്കുകയാണ്. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുന്നത്. കോഴിക്കോട് ആദായ നികുതി വകുപ്പിന് മുന്നിലേക്കായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കടക്കാൻ ഇപ്പോഴും ശ്രമിക്കുകയാണ് പ്രവർത്തകർ. പക്ഷേ പോലീസ് പ്രകോപനത്തിന് വഴിപ്പെടുന്നില്ല. പോലീസ് സംയമനം പാലിക്കുകയാണ്. പ്രവർത്തകർ അവിടെ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുകയാണ്. രാഹുൽ സുരേഷ് ഉണ്ട് വീണ്ടും. രാഹുൽ, എപ്പോഴായിരുന്നു ഈ പ്രകടനവുമായി ഡിവൈഎഫ്ഐക്കാർ എത്തിയത്? വേണു, അല്പസമയം മുമ്പാണ് കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി ആരംഭിച്ചത്. പക്ഷേ പ്രവർത്തകർ ആദ്യം തന്നെ അക്രമാസക്തരാകുന്ന ഒരു സംഭവമാണ് ആദ്യം തന്നെ നമ്മൾ കണ്ടത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ പോലീസ് ഇതിന് വഴിപ്പെട്ടില്ല. പ്രകോപനം പലതവണ ഉണ്ടായപ്പോഴും ഒരു തവണ ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ചെയ്തത്. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. മാത്രമല്ല നിരവധി തവണ വാക്കേറ്റവും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടായി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആദായ നികുതി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. കോഴിക്കോട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഷൈജു ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അങ്ങനെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നിലവിൽ പ്രതിഷേധ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സംഘർഷ സാധ്യതയ്ക്കൊരു അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ ആദായ നികുതി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വേണു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ, ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? സമരസഖാക്കളെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ സംഘർഷ സാഹചര്യം ഒഴിവായിരിക്കുകയാണ്. നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പോലീസ് ബാരിക്കേഡ് നിരത്തിയാണ് അവരെ തടഞ്ഞത്. പോലീസിന് നേരെ അതിനുശേഷം കല്ലേറുമുണ്ടായി. എന്നാൽ പോലീസ് ലാത്തിചാർജിലേക്ക് കടന്നില്ല. പരമാവധി സംയമനം പാലിക്കുകയായിരുന്നു. രാഹുൽ ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. രാഹുൽ, എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? പരീക്ഷയിലെ ക്രമക്കേടിനെ സംബന്ധിച്ച് വേണു, നെറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നതാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കോഴിക്കോടിന് പുറമെ വിവിധ ജില്ലകളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടി ഇതേ സമയം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോഴിക്കോടും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അല്പം മുമ്പ് ഏതാണ്ട് 11:30 കോഴിക്കോട് ആദായ നികുതി കാര്യാലയത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. ആദ്യം തന്നെ ഈ ബാരിക്കേഡ് കടന്നുകൊണ്ട് ആദായ നികുതി ഓഫീസിന് ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ നിരവധി പോലീസ് ഇവിടെയുണ്ട്. അങ്ങനെ ഈ ഓഫീസിന് മുന്നിൽ തന്നെ ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ കല്ലേറുണ്ടായി. സാധാരണ നമ്മൾ അത്തരത്തിൽ കല്ലേർ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ കല്ലേറുണ്ടായി. അതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീട് നിരവധി തവണ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ സംഘർഷ സാധ്യതയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ ഇതിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ നെറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നതാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആവശ്യം. സാധാരണക്കാരായ കുട്ടികളുടെ ജീവിതം തുലാസിലാക്കുന്ന ഇത്തരം സമീപനങ്ങൾ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേണു, രാഹുൽ, പോലീസ് പരമാവധി സംയമനം പാലിക്കുകയായിരുന്നു അല്ലേ പ്രവർത്തകർ ഇത്രയും ബഹളം ഉണ്ടാക്കുമ്പോൾ? തീർച്ചയായിട്ടും പോലീസ് പരമാവധി സംയമനം പാലിച്ചു എന്നത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു പ്രവർത്തകൻ പോലീസിന് നേരെ കല്ലെടുത്തെറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കണ്ടതാണ്. അപ്പോഴും ലാത്തി വീശിയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. പല ഘട്ടത്തിലും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളും ഉണ്ടായിരുന്നു. അപ്പോഴും പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ ചെയ്തത്. സാധാരണ നമ്മൾ മലപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അവിടെയും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിൽ സംഘർഷമാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ കുന്തും തള്ളും നടക്കുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഹദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ?
വേണു, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മലപ്പുറം GST ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. നീറ്റ് നെറ്റ് ക്രമക്കേടിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മലപ്പുറം GST ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. വലിയ രീതിയിൽ ആളുകളുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള പോലീസ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇപ്പോൾ മാർച്ച്, അതായത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമാണ് നമുക്ക് കാണാനാകുന്നത്. നീറ്റ് നെറ്റ് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം SFIയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ സമാനമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതന്ന് അക്രമാസക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മാർച്ച് GST ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. വലിയ രീതിയിൽ പ്രവർത്തകരുണ്ട്, അവർ മുദ്രാവാക്യം വിളിക്കുന്നു. ഒപ്പം തന്നെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ പ്രവർത്തകരുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പോലീസ് ഇല്ല, നാമമാത്രമായിട്ടുള്ള പോലീസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തകരെ നിയന്ത്രിക്കാനോ പോലീസിന് സാധിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഡിവൈഎഫ്ഐ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമരം കൂടുതൽ ശക്തമാക്കുകയും ഒപ്പം തന്നെ പ്രതിഷേധം കനപ്പിക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അതായത് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളികളുമായി പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും നടക്കുകയാണ്. മലപ്പുറം നഗരത്തിൽ നിന്നാണ് അല്പസമയം മുൻപ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മാർച്ച് മലപ്പുറം GST ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതായത് ഈ തുടക്കത്തിൽ തന്നെ പ്രവർത്തകർ ഈ GST ഓഫീസിന്റെ മുൻവശത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ പോലീസ് അവരെ ബലം പ്രയോഗിച്ച ഇത്തരത്തിൽ തടഞ്ഞു. ഇപ്പോഴും ആ പ്രതിഷേധം അതുപോലെ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ജില്ലയിലുടനീളം ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും അതുപോലെ തന്നെ ബലപ്രയോഗങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി വിദ്യാർത്ഥികളാണ് പ്രതിസന്ധി അനുഭവിക്കുന്നത് ഈ നീറ്റ് നെറ്റ് ക്രമക്കേടിൽ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമരം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും പ്രതിഷേധം കൂടുതലിടങ്ങളിലേക്ക് ശക്തമാക്കുകയും ചെയ്യാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇടപെട്ട് ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ച ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ പോവുകയാണ്. വേണോ, ഷഹദ്, മലപ്പുറത്ത് ഈ ഒരൊറ്റ കേന്ദ്രത്തിലേക്കാണോ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം? ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ മലപ്പുറം മെയിൻ GST ഓഫീസിലേക്കാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരൊറ്റ കേന്ദ്രത്തിലേക്കാണ് ഇന്ന് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പക്ഷേ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട്. പിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കോ കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ അതേ സമയത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ ഇന്ന് ഇത്തരത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. കാരണം ഈ വിഷയം അത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. പ്രത്യേകിച്ച് നിരവധി വിദ്യാർത്ഥികളാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നത്, വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളെ കേന്ദ്ര സർക്കാർ പറ്റിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പം മലപ്പുറം GST ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ മാർച്ച് നടത്തിയിട്ടുള്ളത്. നേരിയ സംഘർഷം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മുതിർന്ന പ്രവർത്തകർ ഇടപെട്ട് ഇപ്പോൾ ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുകയാണ്. അല്പസമയം മുൻപാണ് മലപ്പുറം നഗരത്തിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. യുവാക്കളുണ്ട്, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ തന്നെ ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഡിവൈഎഫ്ഐ ഉയർത്തുന്ന ആവശ്യം അത് ന്യായമാണ്. നമുക്കറിയാം, രാജ്യം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതിൽ മലപ്പുറം ജില്ലയുടെ മാർച്ചാണ് ഇപ്പോൾ മലപ്പുറം GST ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും പ്രവർത്തകർ ഈ GST ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന്
പ്രതിഷേധിക്കുകയാണ്. ഒരു ഭാഗത്ത് പോലീസും മറുഭാഗത്ത് പ്രവർത്തകരുമാണ്. പ്രവർത്തകർ ഈ മേഖലയിലേക്ക് അതായത് GST ഓഫീസിന്റെ മുൻവശത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് അതിനെ തടയിട്ടു. പോലീസ് പരമാവധി വലയം തീർത്തു. പ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ നിലയുറപ്പിച്ചു. എന്തായാലും പ്രവർത്തകർ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മലപ്പുറം GST ഓഫീസിന് മുന്നിലേക്കായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ആദ്യഘട്ടത്തിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി, സംഘർഷ സാഹചര്യം ഉണ്ടായെങ്കിലും ഇപ്പോൾ അവിടെ പ്രവർത്തകർ കുത്തിയിരുന്ന പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയാണ്. തിരുവനന്തപുരത്തും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട്. AG's ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് ചെയ്തത്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്ത് എന്താണ് സാഹചര്യം? സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ അൻസാരി, മിഥുൻ, ലിജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രതിൻ സാജി കൃഷ്ണ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരികൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ്? വേണു, ഈ തിരുവനന്തപുരത്തും തിരുവനന്തപുരം AG's ഓഫീസിലേക്കായി മാർച്ച് നടത്തുന്നത് ഈ അഞ്ചിൽ നടന്ന ഈ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റിൽ സുരക്ഷാ വീഴ്ചകൾ ഏറെ ഉണ്ടെന്നുള്ള ആരോപിച്ചുകൊണ്ടാണ് AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. നിലവിൽ ഇത്തരത്തിലേക്ക് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ VK സനോജ് ആണ്. VK സനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ വഴിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ബാരിക്കേഡുകൾ പോലീസ് ഉണ്ട്. ഏതായാലും നിലവിൽ സംഘർഷ സാധ്യതയൊന്നും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചോദ്യം പേപ്പറുകൾ സ്ട്രോങ് റൂമുകൾക്ക് സുരക്ഷ ഉണ്ടായിരുന്നില്ല. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നത്. നമ്മുടെ VK സനോജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പ്രവർത്തകരോട് സംസാരിക്കുകയാണ്. AG's ഓഫീസിന് മുന്നിലേക്കാണ് അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ വീണ്ടും ചേരുന്നു. ഷഹദ്, മലപ്പുറത്ത് എന്താണ് പുതിയ വിവരങ്ങൾ? വേണു, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ നെറ്റ് വിഷയത്തിലെ ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മലപ്പുറം GST ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ മലപ്പുറം നഗരത്തിൽ നിന്നും ഈ GST ഓഫീസിന്റെ മുൻവശത്തേക്ക് വന്നു. ഇവിടെ പോലീസ് വലിയ രീതിയിൽ വലയം തീർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വലയം ഭേദിച്ച് GST ഓഫീസിന്റെ അതായത് പ്രവേശന കവാടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ പോലീസ് അതിനെ പ്രതിരോധിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഏറെ നേരം. പിന്നീട് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇടപെട്ട്, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കളൊക്കെ തന്നെ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചു. ഇപ്പോൾ ഈ പ്രവർത്തകർ ഈ GST ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയായിരുന്നു. ഇത്രയും നേരം മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിന്റെ ഔദ്യോഗിക ചടങ്ങുകളിലേക്ക്, പ്രത്യേകിച്ച് ഉദ്ഘാടന പ്രസംഗം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് നേതാക്കൾ കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സാന്നിധ്യം ഈ മാർച്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വിവിധ മേഖലകളിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത്. ഡിവൈഎഫ്ഐ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. നെറ്റ് പരീക്ഷാ ക്രമക്കേട് ഉന്നയിച്ച് ആണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാണ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകളിലേക്കുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നത്.